എനിക്ക് പറയാനുള്ളത് ഇതാണ്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കോഴിയൊക്കെ ചുട്ട് അന്ന് വൻ മണ്ടത്തരങ്ങൾ ചെയ്തു. അതായത് ഞങ്ങൾ 2 റിസോർട്ട് ബുക്ക് ചെയ്തു. ഞാനൊരു റിസോർട്ട് ബുക്ക് ചെയ്തു, നബീലോ റിസോർട്ട് ബുക്ക് ചെയ്തു. രണ്ടാളും ബുക്ക് ചെയ്ത് അവിടെ എത്തിയിട്ടാണ് ലൊക്കേഷൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ റിസോർട്ട് 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നബീൽ പറഞ്ഞു എൻ്റെ റിസോർട്ട് ഇവിടെ എത്തിയായിരുന്നു. അതിൽ പറഞ്ഞു അതേത് റിസോർട്ട് നബീലെ? അതിൽ നബീൽ പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്ത് ഒന്ന് ഈ പറയണ്ടേ. അതിൽ നബീൽ പറയാതെ റിസോർട്ട് ബുക്ക് ചെയ്തൊരു കോമഡി ഉണ്ട്, അത് വരും. അപ്പോൾ അതൊക്കെ പോസ്റ്റ് ചെയ്ത് അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി മറ്റേ സിനിമ ഡയലോഗ് പറഞ്ഞ് കളിക്കുകയാണ് അല്ലേ എല്ലാവരും. മറ്റേ റൺവേത്തെ ഡയലോഗ്, അതേപോലെ വിക്രം സിനിമയിലെ ഡയലോഗൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല രസത്തിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രത്യേക ആൾക്കാർ വന്നിട്ട് ഓരോ യൂട്യൂബ് ചാനലിൽ ഇന്നെ ഇതിൽ കരുവാക്കിയിട്ട്, അതായത് ഹനാനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയണം. അതായത് എന്തുക്കും ഏതുക്കും നമ്മളങ്ങോട്ട് പിടിച്ചിടുക എന്നുള്ളതൊരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ആയിക്കോട്ടെ, നിങ്ങൾ ആവശ്യമുള്ള കാര്യത്തിന് പിടിച്ചിട്ടോളി, പക്ഷേങ്കിൽ അനാവശ്യമായിട്ട് പിടിച്ചിടരുത്. അപ്പം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ലീഗലി പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വ്യാപ്തി അറിയാത്ത കുട്ടികളുണ്ടാവും. കാരണം ഇങ്ങനെ ചെയ്താൽ ഉഷാറാവും, കുറച്ച് റീച്ച് എക്സ്ട്രാ കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒക്കെ ഉപരി ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കുട്ടികളെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ള സ്നേഹത്തോടെ എനിക്ക് പറയാം. അത് ഞാനെന്ന ക്രിയേറ്റർ മാത്രമല്ല കേട്ടോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ആരെക്കുറിച്ച് സംസാരിച്ചാലും, ഇപ്പോൾ ഒരു ബിസിനസ് ഫേമിനെ കുറിച്ച് സംസാരിച്ചാൽ അതിന് ലീഗൽ വശങ്ങളുണ്ട്. ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങൾ ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ഒരു കേസ് ജയിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ കാണേണ്ട വിമർശനങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും ഇത് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുടുങ്ങാൻ പോണത് ഈ ആവശ്യമില്ലാത്ത രീതിയിൽ, അതായത് കേസ് നല്ല രീതിയിൽ ഇവർ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത രീതിയിൽ വിമർശിച്ച് നിങ്ങൾക്കെതിരെ ഇതിങ്ങോട്ട് ഉൾട്ടായിട്ട് തിരിയും. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു ഹനാനെക്കുറിച്ച് പറയേണ്ട. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യക്തികളായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും പുലർത്താത്ത ആളാണ്. അതായത് പ്രോഗ്രാം സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് മുമ്പൊരു ഇവൻറ്റിൽ ഇവരുണ്ടായിരുന്നു, അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഞാനിപ്പോൾ ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ആലോചിച്ചു. ഞാൻ ഇവരായിട്ട് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഷാനോനോട് പറഞ്ഞു ചെയ്തു, ഷാനോ നമ്മൾ ഇവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല? ഷാനോനില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ പേര് ഇതിൽ എന്ത് വലിച്ചിട്ടു? അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തോളം വെയിറ്റ് ചെയ്തു, എന്തിനാണ് ഈ പേര് വലിച്ചിട്ടത്. അങ്ങനെ ഇവർ വീഡിയോ ഒരു 2.5 മണിക്കൂറോളം ആൾക്കാരെ ഈ വീഡിയോയിൽ നിർപ്പിച്ചേക്കാണ്. അതായത് 100,000-ഓളം ആൾക്കാർ തത്സമയം അത് കണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാണ് അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാനെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോണത്, അടുത്തത് ഹനാൻഷനെ കുറിച്ച് പറയും. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഇതെന്ത് ഇപ്പം വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായി, എന്ത് കാര്യം? കാരണം ഞാനായിട്ട് ആലോചിച്ചിട്ട് ഞാൻ 2 ദിവസം ചിന്തിച്ച് നോക്കിയിട്ടും എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. ഞാനിപ്പോൾ ഒന്നും ഇവരായിട്ട് ചെയ്തിട്ടില്ല, ഇവരായിട്ട് ഞാനൊരു പ്രശ്നം, ഇവരായിട്ടല്ല ആരായിട്ടും ഏത് ക്രിയേറ്റേഴ്സിനായിട്ടും ഞാനൊരു പ്രശ്നത്തിന് ഇതുവരെ വന്നിട്ടില്ല. അത് ഏത് ക്രിയേറ്റേഴ്സിനും ധൈര്യമായിട്ട് പറയാം. ഞാൻ ഇപ്പോഴും പറയാണ്, ഒരു ക്രിയേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ ഈ പുല്ലും പാടവും വണ്ടിയും കൂട്ടരും മറ്റേ നെയ്ച്ചോറും കോയും ആട് ചുടലും ആടുമന്തിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് പേറിപ്പോയാൽ ഞങ്ങളെ കൂട്ടുകാരൊന്ന് കൂടും, ഞങ്ങളൊരു ചിക്കൻ ചൂടും, ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്തിരിക്കും എന്നല്ലാണ്ട് അതിലുപരി മറ്റുള്ള ഒരാളെ എങ്ങനെ അടിച്ച് താത്താന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ കോൺട്രവേഴ്സിയിൽ എങ്ങനെ കയറി പറ്റാന്നോ അല്ലെങ്കിൽ കോൺട്രവേഴ്സികളിലൂടെ എങ്ങനെ ഒരു റീച്ച് നേടാമെന്നോ ഒരിക്കലും ചിന്തിച്ച് പോകാത്ത ആൾക്കാരാണ് നമ്മൾ. കാരണം അങ്ങനെ അനാവശ്യ ടോപ്പിക്കുകളിലൂടെ നമുക്ക് റീച്ച് നേടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്വതസിദ്ധമായി നമ്മൾ ഓൺ കണ്ടൻസ് നമ്മൾ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും നമുക്ക് പറ്റണ പോലെ എന്താണോ നമുക്ക് അന്ന് കിട്ടുന്ന കണ്ടൻറ്റ് അത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളെ ഉപദ്രവിക്കാതെ, അതായത് പുറത്തുനിന്നുള്ളൊരു പബ്ലിക്കിൽ ഇറങ്ങി പബ്ലിക്കിനൊരു ഉപദ്രവമാകാത്ത രീതിയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഞങ്ങളെ വീട്ടുകാർ തന്നെയാണല്ലോ, ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാരാണ്, പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരാണ് ഇത് ചെയ്യണത്. അങ്ങനെ ഇവർ വീഡിയോൻ്റെ ഇടയിൽ എന്തുണ്ടായി, നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഈ വീഡിയോയിൽ ഹനാൻഷൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ, അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയാണത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ആരായാലും ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ആക്കോട്ടെ, ആര് കേട്ടാലും അല്ലെങ്കിൽ ഒരു ഉപ്പയാണ് ഇത് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ നിന്നത്. കാരണം ഒന്നിലും ഏതിലും, അതായത് ഇവരെ പ്രശ്നങ്ങളിലോ അതായത് യാതൊരു പ്രശ്നങ്ങളിലും തല കാണിക്കാതെ വളരെ മാനമര്യാദയോടെ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രധാരണം അടക്കം കീപ്പ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ ഉള്ള ഒരാളെ, അതായത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാതെ വീഡിയോ ചെയ്യണം. നോമ്പ് സമയത്താണ്, നിങ്ങളത് ആലോചിച്ച് നോക്കണം. അതായത് റമളാൻ്റെ ടൈമിൽ ഒരു ഇഫ്താർ സമയത്ത് ഇപ്പോൾ എല്ലാവരും, എനിക്കറിയാം എല്ലാ കുട്ടികളും ഇഫ്താർ സമയത്ത് വീഡിയോസ്, ഇഫ്താറിൽ നോമ്പ് തുറക്കാൻ പോകുന്നതും നോമ്പിന് പാടത്ത് നോമ്പ് തുറക്കുന്നതും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ നോമ്പ് തുറവിക്കൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് ചെയ്തിരിക്കുന്ന ഒരാളെ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ
ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരിത് എന്ത് ചെയ്യാണ്, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഈ പാവം ഇൻ്റെ പേരിനെ വെച്ച് ഒരുപാട് നേരം ഓഡിയൻസിനെ കീപ്പ് ചെയ്തതിന് ശേഷം ഇന്നെ പറയാതെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യനെ, അതിലുള്ള സ്ത്രീകളെ, എൻ്റെ ഉമ്മ, അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വോയിസ് നോട്ടും ഞങ്ങളെ കയ്യിലുണ്ട്. എല്ലാ വോയിസ് നോട്ടും എന്ന് പറഞ്ഞാൽ ഏത് ഫോണിലാണോ റെക്കോർഡ് ചെയ്തത്, ഇവർ ഏത് സാഹചര്യത്തിലാണോ റെക്കോർഡ് ചെയ്തത്, ഈ വോയിസ് നോട്ട് അടക്കം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സത്യത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. ഒരു 15 മിനിറ്റ് 20-25 മിനിറ്റ് നേരത്തേക്ക് എങ്ങനെ ഈ കുട്ടീൻ്റെ മാനസിക നിലയെ ഇത് ബാധിക്കും, എങ്ങനെ ഈ കുട്ടി എത്രത്തോളം എമോഷണലാവും, അതായത് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം എങ്ങനെ ബാക്ക് ടു ട്രാക്കിലാവും. കാരണം ഇതൊരാവശ്യമില്ലാത്തൊരു കുട്ടീനെ ഒരു ലൈവിൽ വന്നിട്ട് 1.5 ലക്ഷം ആൾക്കാർ തത്സമയം കാണുക, പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോഴത്തേന് 8-8.5 ലക്ഷം ആൾക്കാർ ഈ 4.5 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ഈ 2.5 മണി മുതൽ ഇന്ന് ഈ വൈകുന്നേരം 5 മണി വരെ നമ്മൾ സൈലൻ്റ് ആയിരുന്നു. അപ്പം പുറത്തുനിന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഈ 2.5 മണി മുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ നോക്കി കണ്ടിരുന്നു. നിങ്ങൾ കുടുംബത്തിലെ ആൾക്കാരെ തൊട്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഒരു ദൗത്യത്തിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ശബ്ദിക്കാണ്ട് ആ ദൗത്യം എന്താണെന്നുള്ളത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു ടേം. അപ്പം നമ്മളപ്പം തന്നെ നമ്മൾ പോയ റിസോർട്ടിൽ നമ്മളെ ഡ്രൈവറൊക്കെ വിളിച്ച് എണീപ്പിച്ച് നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കി, അർബാനിയ സ്റ്റാർട്ടാക്കി. 10-12 ആൾക്കാർ ആ റിസോർട്ടിൽ നിന്ന് രാത്രി 12 മണിക്ക് റിസോർട്ടിൻ്റെ ഓണർ വന്നിട്ട് ഉമ്മേ എന്താ എവിടുക്കുക നിങ്ങളെല്ലാവരും പോകുന്നത് 2 മണിക്ക്. അപ്പോൾ ഇക്കാണെങ്കിൽ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ, നമുക്ക് നാളെ തൊട്ട് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പോകേണ്ടി വരും. അപ്പോൾ അമ്മേ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു റിസോർട്ടിൽ. ഞാൻ ഇല്ല, റിസോർട്ട് നല്ല റിസോർട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട റിസോർട്ടാണ്, ഞങ്ങൾ ഇവിടെ വീണ്ടും വരും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം വേണ്ട. ഞങ്ങൾ ആ വണ്ടിയിൽ എല്ലാവരും കണ്ണും തുറന്നാണ് ഇരിക്കുന്നത്. 4 മണി വരെ ഞങ്ങൾ കണ്ണും തുറന്നിട്ട് ഇരിക്കുകയാണ്. കാരണം ഇത് എന്ത് ചെയ്യും, എങ്ങനെ ഫേസ് ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു സംഭവമാണ് ഏറ്റവും പ്രശംസ അർഹിക്കുന്ന ഒരു സംഭവം. അതായത് ആ സമയത്ത് വേണമെങ്കിൽ രോഷം കയറി നമുക്ക് അതിൽ വിപ്ലവം പുറപ്പെടുപ്പിക്കുക, ആ സമയത്ത് മറ്റേ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, വീരവാദങ്ങൾ മുഴക്കുക, തിരിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരും മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, ഇതൊക്കെ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. ഒന്നും ചെയ്യാതെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 മണിക്ക് ഞങ്ങളെ ഫോണിൽ നിന്ന് ആദ്യത്തെ കോൾ പോവാണ് സ്റ്റേഷനുകളിലേക്കും അതാത് വകുപ്പുകളിലുള്ള വ്യക്തികളിലേക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ സ്റ്റേഷൻ SIക്ക് പരാതി കൈമാറുന്നു.